ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ വെക്കാൻ പോകുന്നത് മത്തങ്ങ കറി. അതിനായിട്ട് മത്തങ്ങ നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഒരു 3 പച്ചമുളക്, അല്പം കറിവേപ്പില, അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. നമുക്ക് അല്പം വെളിച്ചെണ്ണയോട് ചേർക്കാം. പരുവത്തിന് വെള്ളം ചേർക്കാം. അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം. നമുക്കിത് വേവാനായിട്ട് വയ്ക്കാം. മത്തങ്ങ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അല്പം തേങ്ങ, നമുക്ക് അല്പം വെളുത്തുള്ളി ചേർക്കാം, 2 പച്ചമുളക്. ഇത് നല്ലപോലെ കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് കുഴമ്പ് പോലെ നമ്മുടെ അരപ്പ് അരഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 5 വിസിലാണ് ഇത് എടുത്തത്. വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് ഈ തവി കൊണ്ട് ഇതൊന്ന് ഉടയ്ക്കാം. നമ്മൾ സ്മാഷ് വെച്ച് ഉടച്ചാൽ മൊത്തത്തിൽ അങ്ങ് ഉടഞ്ഞങ്ങ് പോവും. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് മത്തങ്ങ കറിക്ക് എപ്പോഴും നല്ലത്. എന്നാൽ ഉടയുകയും വേണം, എന്നാൽ മൊത്തത്തിൽ ഉടഞ്ഞിട്ടും ഇല്ല. ആ ഒരു പരുവത്തിൽ. അത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണം. അത് വേറൊരു ചരുവത്തിലോട്ട് ആക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു തിളയ്ക്കട്ടെ. മത്തങ്ങക്കറി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ തന്നെ നമുക്കൊരു കുറുകിയ പരുവമുണ്ട്, അത് മതി. വെള്ളം ഒത്തിരി ചേർത്താൽ വെറും വെള്ളമായി പോവും, ടേസ്റ്റ് കിട്ടത്തില്ല. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്തതിന് വേണ്ട കൂട്ടുകൾ തയ്യാറാക്കാം. നമുക്കൊരു കടായിക്ക് അത് കുറച്ച് തേങ്ങ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം കൂടെ മൂത്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. അത് ഈ മത്തങ്ങയ്ക്കകത്തോട്ട് ഇടാം. ഇല്ല, ഇതിലേക്ക് താളിക്കാം. നമ്മുടെ ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീൻ കറിയും ഉണ്ടെങ്കിൽ സൂപ്പർ, തൈരും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.